വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്ത് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയും സ്കിപ്പ് ചെയ്യാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പം നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ട് നോക്കിയാലോ. നമ്മൾ മാസത്തിൽ കുറച്ചധികം തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലുള്ള പരിപ്പ് ധാന്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ബോട്ടിലിട്ട് വെച്ചതിന് ശേഷം കുറച്ചൊക്കെ ഇതുപോലെ ബാലൻസ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന ബോട്ടിലിന്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും എയർ ഒന്നും പുറത്തേക്ക് പോകാതെ നല്ല ഫ്രഷ് ആയിട്ട് തീരുന്നത് വരെ തന്നെ ഇരിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് അതിന്റെ ക്യാപ്പ് ഊരിയിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ചുമ, ജലദോഷം, കഫക്കെട്ട്, പനി എന്നൊക്കെ. എന്നാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കിത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു പീസ് ഇഞ്ചി, പച്ച കുരുമുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഉണങ്ങിയതുണ്ടെങ്കിൽ അതും എടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് തുളസി ഇലയാണ് കേട്ടോ. ഇതുപോലുള്ള ഇലകളൊക്കെ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. കുഞ്ഞു കുഞ്ഞു പ്രാണികളും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പനിക്കൂർക്ക ഇലയാണ് കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്കറിയാം നമ്മളുടെ ശരീരത്തിന് നല്ലൊരു ആൻറ്റിബയോട്ടിക് ആയിട്ട് പ്രവർത്തിക്കുന്നത് തന്നെയാണ്. അതുമാത്രമല്ല നല്ല ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് വരെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ശർക്കര കഷ്ണം എടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല എരിവുള്ളത് അവർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ചേർക്കുക. നമ്മളൊക്കെ കഴിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ തിളപ്പിച്ചിട്ട് അങ്ങ് കുടിച്ചാൽ മാത്രം മതിയാവും. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞളാണ് കേട്ടോ. മഞ്ഞൾ നല്ലൊരു ആൻറ്റിബയോട്ടിക് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി വരുള്ളൂ. പനി, ജലദോഷം അതുപോലെ തന്നെ ചുമ, കഫക്കെട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തന്നെ ഹോസ്പിറ്റലൊക്കെ കാണിച്ച് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ വാങ്ങി കഴിക്കും. അങ്ങനെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതുപോലുള്ള ഹോം റെമഡീസ് ഒക്കെ ചെയ്തതിന് ശേഷം കുറവില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആശുപത്രിയിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറു ചൂടോട് കൂടെ തന്നെ രാവിലെ രാത്രി കുടിച്ചാൽ നല്ല ആശ്വാസം കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ ഒരുപാട് ടേസ്റ്റിയുമായിട്ടുള്ള നല്ല ഈസിയുമായിട്ടുള്ളൊരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കൂൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ഹെയർ ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കൂണ് ക്ലീൻ ചെയ്യുന്നതൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ബ്ലാക്ക് ഭാഗമല്ല അതും ഞാൻ എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഗരം മസാലയാണ്. ഗരം മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. വളരെ കുറച്ച് മാത്രം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് തൈരില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വിനീഗർ ആയാലും കുഴപ്പമൊന്നുമില്ലേ. അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തുള്ള എല്ലാ മസാലയും ഈ കൂണിൽ നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നിങ്ങളത് മിക്സാക്കി കൊടുക്കുക. അപ്പോഴേ നമുക്ക് പെട്ടെന്ന് മിക്സായി വരുള്ളൂ. അപ്പോൾ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ. ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഞാൻ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മിയിട്ട് ഒരു 10-15 മിനിറ്റ് ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ അരിയൊക്കെ ഒന്ന് കഴുകി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റുന്ന സമയം കൊണ്ട് ഇത് നന്നായിട്ട് നമുക്കിത് റെഡി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത്. പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്റ്റാർ, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വല്ലാണ്ട് അങ്ങ് ബ്രൗൺ കളറാക്കി എടുക്കണം എന്നൊന്നുമില്ല. ഈ രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും കേട്ടോ. ഇപ്പോൾ നമ്മളുടെ സവാള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിനു ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി നിങ്ങൾ ചതച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി ചതച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്ന മല്ലിച്ചപ്പും അതുപോലെ തന്നെ പുതിനയും കൂടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് തൈരും കൂടെ ഒഴിച്ച് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സവാള മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കുരുമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ കുറച്ച് എരിവ് കമ്മിയായിട്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ.
അപ്പം മഷ്റൂമൊക്കെ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചിട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ട്ടോ, ഏകദേശം ഒരു വലിയ ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. മണമൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇതുപോലെ നിങ്ങൾ വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എപ്പോഴും ഒരേ റൈസ് കഴിച്ച് മടുത്തവരാണെങ്കിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ നല്ലൊരു ടേസ്റ്റ് ഡിഫറൻസിന് വേണ്ടിയിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. നല്ലൊരു വെറൈറ്റി ടേസ്റ്റും നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം അടുപ്പിൽ വെച്ചതിന് ശേഷം നമ്മളുടെ മസാല മിക്സ് നന്നായിട്ട് പച്ചമണമൊക്കെ പോയിട്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് വരെയും നമുക്ക് നന്നായിട്ടൊന്നത് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ഈ സമയത്ത് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വലിയ തക്കാളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നതിന് ശേഷം നേരത്തെ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മഷ്റൂം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 പീസ് ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ മോന് മഷ്റൂം കഴിക്കില്ല, അപ്പോൾ അവന് വേണ്ടിയിട്ട് 2 ചിക്കനൊന്ന് ഇട്ട് കൊടുത്തതാണ്. എന്നിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല ചൂടുള്ള വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. ഏകദേശം 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള വെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തിളച്ച് വരുന്നതാണ്. കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവായിരുന്നു കേട്ടോ. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന അരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മലബാർ അരിയല്ല, ബുള്ളറ്റ് അരിയാണ്. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുന്ന സമയത്ത് ബുള്ളറ്റ് റൈസാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഒരു 1.5 കപ്പൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മലബാർ റൈസ് ആണെങ്കിൽ ഒരു കപ്പ് തന്നെ ധാരാളം മതിയാവും കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത്. ഇനി അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്ന് അതിൻ്റെ ആവിയൊക്കെ പുറത്ത് പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്തത്. ഇപ്പോൾ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ റൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈസി ആയിട്ടുള്ള ഈ മഷ്റൂം ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അടുത്തതായിട്ട് നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ ചെറിയ മിക്സി ജാറിലേക്ക് ആവശ്യത്തിന് നല്ല ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇലയും 2 ചെമ്പരത്തിയും കൂടി ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളമല്ല കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്, കട്ടൻ ചായയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇവിടെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളെ ഹെന്ന പൗഡറാണ് ഈ ഒരു ഫ്രഷ് ലീവ്സിന് പകരമായിട്ട് എടുക്കുന്നതെങ്കിൽ നല്ല ഓർഗാനിക്കും ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെന്ന പൗഡർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് അരച്ചു കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടില്ലേ, കയ്യിലൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നന്നായിട്ട് നമുക്ക് കളറായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ടും രാത്രി വെച്ചിട്ട് രാവിലെ എടുക്കുന്നത് പോലെ നമുക്കിത് ഇരുമ്പ് ചട്ടിയിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ വീഡിയോൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടി ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കട്ടൻ ചായ ഒഴിച്ച് ഞാൻ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ തലയിൽ അപ്ലൈ ചെയ്താൽ ഒലിച്ചു പോരുത്, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ഡൈ കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കൈ വെച്ചിട്ട് നന്നായിട്ട് ഞാൻ എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കളറിലുള്ള വ്യത്യാസം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇത്രയ്ക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നമ്മളെ ഹെയറിന് കിട്ടുന്നതെന്ന്. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 2 മണിക്കൂർ വെക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഓവർനൈറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ് കേട്ടോ. ഈ ഇരുമ്പ് ചട്ടിയിലുള്ള ഫെറിക് ഓക്സൈഡ് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ല കരുത്ത് നൽകാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ്. 2 മണിക്കൂറിന് ശേഷം നിങ്ങൾ കണ്ടില്ലേ, എണ്ണയൊക്കെ ചെറുതായിട്ടൊരു ബ്ലാക്കിഷ് കളറായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ കട്ടൻ ചായ ഒഴിച്ചു നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ അത്രയ്ക്കൊന്നും ഡ്രൈ ആവാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒലിച്ചൊന്നും പോവില്ല കേട്ടോ. 100% നമുക്ക് യാതൊരു കെമിക്കൽസും ഇല്ലാതെ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ടിപ്പ് തന്നെയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് കണ്ടാൽ നിങ്ങൾ ശരിക്കും ഷോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് നരയുള്ള ഒരു മുടിയിലാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്.
8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാണ് ട്ടോ. ഈ ഒരു സൈഡിൽ മാത്രം അകാലനര വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും. ഇത് വയസ്സായതുകൊണ്ട് മുടി നരച്ചതല്ല ട്ടോ. അകാലനരയാണ്. ഈ ഒരു സൈഡിൽ മാത്രം വിറ്റാമിൻ്റെ കുറവ് അല്ലെങ്കിൽ ഗുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ മെലാനിൻ്റെ ഉൽപാദനം കുറയുക അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ട്ടോ നമുക്ക് ഇതുപോലെ അകാലനരയൊക്കെ വരുന്നത്. വെളുത്ത മുടിയുള്ള ഭാഗത്ത് മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ മൈലാഞ്ചി ഒന്ന് തേച്ച് കൊടുക്കാം. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് നല്ലൊരു ബ്ലാക്ക് കളർ തന്നെ കിട്ടുന്നതായിരിക്കും. നല്ല കട്ട കറുപ്പല്ല, നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ബ്ലാക്ക് കളർ നമ്മളെ മുടിക്ക് കിട്ടുന്നതാണ്. അപ്പം ഞാൻ എല്ലാ ഭാഗത്തും ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. തല മുഴുവനും വെള്ളമുടിയാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ വകഞ്ഞ് മാറ്റി നന്നായിട്ട് നമുക്ക് ആ ഹെയർ റൂട്ടിൽ നിന്ന് തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ സൈഡിൽ ഒരു വീഡിയോ കണ്ടില്ലേ, മുടി മുഴുവനും നിങ്ങൾ തേച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ നന്നായിട്ടൊരു പാക്ക് പോലെ അപ്ലൈ ചെയ്ത് ഷവർ ക്യാപ്പോ അല്ലെങ്കിൽ കവറോട്ട് നമുക്ക് ഒരു 2 മണിക്കൂർ കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, എല്ലാ ഭാഗത്തും ഞാൻ നന്നായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂർ വെച്ചിട്ട് നമുക്ക് സാധാരണ ഹെയർ വാഷ് ചെയ്യുന്നത് പോലെ ഹെയർ വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ആ മുടിയൊക്കെ നല്ലൊരു ബ്രൗണിഷ് കളറായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറായിട്ട് നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ നീലയമരി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ബ്രൗൺ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നീലയമരി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറേ സമയം നമ്മൾ നീലയമരി തലയിൽ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. നല്ല ഓർഗാനിക് ആയിട്ടുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നീലയമരി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാനിപ്പോൾ ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പച്ചവെള്ളം ഉപയോഗിച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ ബ്രൗൺ നിറമായിട്ടുള്ള മുടിയിൽ ഇതുപോലെ നീലയമരി തേച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. നമ്മൾ നീലയമരി മിക്സ് ചെയ്ത് കുറേ സമയം വെച്ച് കൊടുക്കരുത് കേട്ടോ. പെട്ടെന്ന് അങ്ങ് തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% തന്നെ റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏത് ഡൈ ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് മുടി കറുക്കുന്നില്ലെങ്കിൽ ഇത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത്. അപ്പോൾ കണ്ടില്ലേ, ഈ ബ്രൗൺ നിറമായിട്ടുള്ള ആ മുടിയിൽ മാത്രമാണ് ഞാനിവിടെ നീലാമരി തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പണ്ട് കാലം മുതൽ തന്നെ യൂസ് ചെയ്ത് വന്നിരുന്ന ഒന്നാണ് കേട്ടോ നീലാമരി. നമ്മുടെ മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് നൽകാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തായിട്ട് നന്നായിട്ട് ഞാൻ കയ്യിൽ വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രഷോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് സ്ഥലമായതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു 1 മണിക്കൂർ വെച്ചിട്ട് നമ്മളിത് കഴുകി കളയുകയാണെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. 1 മാസം വരെയൊക്കെ ഹെയറിൻ്റെ ഈ ഒരു കളർ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഇത്രയും നല്ല വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.